റിസൾട്ട് വന്നപ്പോൾ ലിറ്ററലി നമ്മൾ ഈ 10ാം ക്ലാസ്സിന്റെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ വെയിറ്റ് ചെയ്യില്ല, അതുപോലെ ഇരിക്കുകയാണ്. ആദ്യം ലിൻസിയുടെ അപ്ഡേറ്റ് കിട്ടുന്നു, സ്മിതയുടെ അപ്ഡേറ്റ് കിട്ടുന്നു, പിന്നെ സോയ അറിയിക്കുന്നു, സോയ വിളിച്ചുകൊണ്ടേ ഇരിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ലിതയുടെ അപ്ഡേറ്റ്, പിന്നെ ഫുള്ള് ലൈക്ക് എന്താ ടെൻഷൻ മഞ്ജുവിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു ഓർഗനൈസേഷൻ കാരനാണ് അവരും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അവരിങ്ങനെ അവരുടെ മുഖത്ത് കണ്ടാ അറിയാം നമ്മളുടെ ആൻസർ ഓക്കെ ആണെന്നുള്ള. ഓഫർ ലെറ്റർ വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ഞെട്ടിപ്പോയി എന്ന് പറയാം. എല്ലാം ദൈവത്തിന്റെ ഇതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ MNC വന്നതും നമ്മളെങ്ങനെ ഒരു ഇത് കിട്ടാൻ. പിന്നത്തെ DL എടുക്കാൻ എനിക്ക് താല്പര്യമില്ല, കാരണം മടുത്തു. ആ ഒരു അവസ്ഥയിലേക്ക് വന്നായിരുന്നു. അതില് മാറ്റം വരുത്താൻ പറ്റിയത് സാറിന്റെ പ്രിപ്പറേഷൻ ആയിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഈ ഇന്റർവ്യൂ ഒരു ട്രോമ ആയിട്ട് ഡിപ്രഷൻ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോകുമായിരുന്നു ചിലപ്പോൾ. സാറ് പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ കാരണം നമുക്കൊരു ചാൻസ് മിസ് ആവരുത്. നിങ്ങളൊരു ഇന്റർവ്യൂവിന് വെയിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പോവാ. കാരണം എന്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങളെ 5 പേരെ ഈ ഒരു HSC അയർലൻഡ് ഇന്റർവ്യൂ കിട്ടിയതിന് കൺഗ്രാജുലേഷൻ പറയണം എന്നായിരുന്നു. എനിവേ നമുക്ക് ബാക്കിയുള്ളവർ ഉണ്ടായാലും നിങ്ങളെ 3 പേരെയും കിട്ടി. ഇനി 3 പേർക്ക് ഒരുമിച്ച് അഗെയിൻ ഒരു കൺഗ്രാജുലേഷൻസ് എന്താണ്, ബിഗ് കൺഗ്രാജുലേഷൻസ്. കാര്യം നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പൊ 3 പേരെ ഒന്ന് സ്ക്രീനിൽ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു ക്ലിയർ ആയിട്ട്. 5 പേരെ കൊണ്ട് ബിഗ് സ്ക്രീനാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ലൈക്ക് അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ലൈക്ക് മെഡിക്കൽ ഇഷ്യൂസും പേഴ്സണൽ റീസൺസും ഉണ്ട്. പക്ഷെ ഹോപ്പ്ഫുള്ളി നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് നമുക്ക് ഒന്നും കൂടെ കൂടാൻ പറ്റുകയാണെങ്കിൽ, ഞാനിപ്പം ഒരു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ 5 പേർക്കും കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഒരുപാട് കുട്ടികൾ നമ്മൾ മെസ്സേജ് അയച്ചു, ആക്ച്വലി ലൈക്ക് ചോദിച്ചു, സാർ ഇത് അറിഞ്ഞില്ല ഇങ്ങനെ ഒരു സെഷൻ ഉണ്ടെന്ന്, കാര്യം ഞാൻ അതിന് അറ്റൻഡ് ചെയ്ത ആളാണ്, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം അവരുടെ വീഡിയോസ് ഒന്ന് ഇടാവോ എത്രയും വേഗം, ലൈക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ. ബിക്കോസ് എന്താണ് എനിക്ക് പറ്റിയത് തെറ്റെന്നുള്ള കാര്യം എനിക്കൊന്ന് അറിയണം. എനിക്കൊരു ഫീഡ്ബാക്ക് പ്രോപ്പറായിട്ട് ഇന്റർവ്യൂ പാനലിൽ നിന്ന് കിട്ടിയില്ല. എനിക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് അറിയണം എനിക്ക് എവിടെയാ തെറ്റ് പറ്റി, എങ്ങനെ അവർക്ക് 5 പേർക്ക് കിട്ടി, മനസ്സിലായോ? അപ്പം ആ അറ്റൻഡ് ചെയ്ത അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട് ഒന്ന്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കിൽ കൂടെ നമ്മുടെ പബ്ലിക്കിന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ, ഞാൻ പറഞ്ഞല്ലോ വളരെ കുറച്ച് പേരായിരിക്കും നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ കാണുന്നത്. ഒരു 2000 പേരോ 1000 പേരോ ഒക്കെ ആയിരിക്കും. പക്ഷെ കാണുന്ന ആൾക്കാർ ഇത് ആവശ്യമുള്ള ആൾക്കാരാണ്, മനസ്സിലായി, അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ. അപ്പം അറിയണം ലൈക്ക് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം കിട്ടിയതിനുള്ള ഡെഡിക്കേഷൻ, ഇതിനകത്തുള്ള പുറകിലുള്ള ഒരു ഹാർഡ് വർക്ക്, ഇതൊന്നും ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് കിട്ടിയ അവസരമല്ല നിങ്ങൾക്ക്. നിങ്ങൾ ഇതിന് കണ്ടിന്യൂ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു അവസരം കിട്ടാൻ വേണ്ടി. കാര്യം DL എക്സ്പയർ ആയി, അത് റിന്യൂ ചെയ്യുന്നു, OET എക്സ്പയർ ആവാനുള്ള ചാൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. അത്രയും ഹാർഡ്ഷിപ്പിൽ കൂടെ പോയി റെലൻലെസ്ലി നിങ്ങൾ ഇതുമായിട്ട് വർക്ക് ചെയ്തതിനു ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ വരുന്നതും. അപ്പൊ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ നിങ്ങൾ എടുത്ത ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ എന്താ ബാക്കിയുള്ള കുട്ടികളെ അറിയാം. നമ്മളെ സംബന്ധിച്ച് MNCനെ സംബന്ധിച്ച് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ്. ഒന്ന്, ബിക്കോസ് നമുക്ക് 1-to-1 ആയിട്ട് ഓരോ കുട്ടികൾ വരും, ഇന്റർവ്യൂസ് എടുക്കുന്നു, പോകുന്നു. 5 പേരും ഒരേ ഇന്റർവ്യൂവിന് വരുന്നു. ഓക്കെ, അതില് എനിക്ക് ലിൻസിയും സ്മിതയും സെയിം പ്ലേസിൽ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആണ്. മഞ്ജു ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ ലിത എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ 3 പേർക്കും ഗ്രൂപ്പ് ക്ലാസ്സസ് എടുക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷെ സ്റ്റിൽ നമ്മുടെ മനസ്സിൽ എന്താ, പ്രിപ്പയർ ചെയ്യുന്ന അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടണം ഇന്റർവ്യൂ എന്തായാലും. അത് വലിയൊരു ആഗ്രഹമാണ്, വലിയൊരു ആസ്ക് ആണ് എന്തായാലും. എന്താ കാര്യം നമുക്കറിയില്ല എത്ര വാക്കൻസീസ് ഉണ്ട്, അവർ എത്ര പേരെ എടുക്കും, എത്ര ആപ്ലിക്കൻസ് ഉണ്ട്, ബാക്കിയുള്ളവർ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു, ഒന്നും അറിയില്ല. പക്ഷെ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫീഡ്ബാക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിന്റെ മെയിൻ റീസൺ, ഒന്ന് ഈ ഒരു പ്രിപ്പറേഷൻ മാത്രം കൊണ്ടല്ല നിങ്ങൾ സക്സസ് ആയത്, അതിന്റെ പിന്നിൽ നിങ്ങളുടെ ഒരു ഭയങ്കര ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ബിക്കോസ് നിങ്ങൾ വൺ ഓഫ് ദി ലൈക്ക് ബെസ്റ്റ് സ്റ്റുഡൻസ് ആയിരുന്നു എനിക്ക് ആസ് എ ടീച്ചർ. ബിക്കോസ് നിങ്ങൾ 3 പേരും, അല്ല 3 അല്ല 5 പേരും, ഓക്കെ 5 പേരെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. 5 പേരും എന്താ അത്രയും നന്നായിട്ട് തറവായിട്ട് പഠിച്ചു, മനസ്സിലായി. അപ്പൊ ഒരു ടീച്ചറിനെ സംബന്ധിച്ചുള്ള ഏറ്റവും എന്താ ഒരു പ്രൗഡ് ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പഠിച്ചു വരിക എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ പഠിച്ചു വരുമ്പോൾ ഏതൊരു ടീച്ചറിനാണെങ്കിലും അതിന്റെ സക്സസ് കിട്ടുക എന്നുള്ളതാണ് അത്. അപ്പം അതാണ് നമ്മുടെ തന്നെ ഫാമിലി പോലെ നിങ്ങൾക്ക് കിട്ടുക ആ ഒരു റിസൾട്ട്. കാര്യം എന്താ, ഒരു കൈൻഡ് ഓഫ് ഒരു ലൈഫ് ചേഞ്ചർ ആണ് നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ, അല്ലെ? ഇപ്പൊ നമുക്ക് OET കഴിയുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം കഴിയുന്നു, പക്ഷെ വീണ്ടും അടുത്തൊരു ഫാക്ടർ, വലിയൊരു കാര്യം വരുന്നു, എന്താ, ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ. അപ്പൊ അതും അല്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാകരുത് എന്ന് എഴുതിയിട്ടാണ് ഈ ഒരു സെഷൻസും പ്രോഗ്രാംസും എല്ലാം തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ബേസിക്കലി ഇങ്ങനെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുമ്പോൾ തന്നെ ഞങ്ങൾ അതിൽ ഗ്രേറ്റ്ഫുൾ ആണ് ഭയങ്കരമായിട്ട്. റിസൾട്ട് വന്നപ്പോൾ ലിറ്ററലി നമ്മൾ ഈ 10ാം ക്ലാസ്സിന്റെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ വെയിറ്റ് ചെയ്യില്ല, അതുപോലെ ഇരിക്കുകയാണ് ഞാനും രേഷ്മയും ബാക്കിയുള്ള എല്ലാവരും. ലൈക്ക് ആദ്യം ലിൻസിയുടെ അപ്ഡേറ്റ് കിട്ടുന്നു, സ്മിതയുടെ അപ്ഡേറ്റ് കിട്ടുന്നു, പിന്നെ സോയ അറിയിക്കുന്നു, സോയ വിളിച്ചുകൊണ്ടേ ഇരിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ലിതയുടെ അപ്ഡേറ്റ്, പിന്നെ ഫുള്ള് ലൈക്ക് എന്താ ടെൻഷൻ മഞ്ജുവിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. മഞ്ജുവിന് കിട്ടിയോ കാര്യം, മഞ്ജുവിന്റെ അറിഞ്ഞിട്ടില്ല, നിങ്ങളുടെ എല്ലാവരുടെയും അറിഞ്ഞു. മഞ്ജുവിനോട് എനിക്ക് പറയുമ്പോൾ വിഷമമാണ്, ലൈക്ക് മഞ്ജു ഇത്രയും പേർക്ക് കിട്ടി, മഞ്ജുവിന്റെ കൂടെ ഇനി അറിയാനുള്ളൂ. അപ്പൊ മഞ്ജു നെക്സ്റ്റ് ഡേ തന്നെ മഞ്ജു അറിയുന്നു മഞ്ജുവിനും കിട്ടി. പക്ഷെ
ലൈക്ക് ഗായ്സ് ഭയങ്കര സന്തോഷമാണ്, ബിക്കോസ് നിങ്ങൾ അത്രയും പഠിച്ചു, പ്രിപ്പയർ ചെയ്തു, ആൻഡ് ഒരുപാട് സന്തോഷം. എനിക്കത് പറയാതിരിക്കാൻ വയ്യ. അത്രയും സന്തോഷമാണ്. നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സക്സസ് നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടിയത് എന്തായാലും. ആൻഡ് എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഞാൻ ചോദിക്കാം. എനിക്കാണെങ്കിൽ എക്സ്ക്ലൂസീവ്ലി ഒട്ടിയാണ്, എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. അതെ അപ്പൊ വേറെ ഏതെങ്കിലും അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോ അവരെങ്ങാനും ഓക്കെ ഇത്ര വർഷം ഉണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് അവർ വിളിച്ചാൽ പോലും എനിക്ക് ആൻസർ പറയാൻ എനിക്ക് പറ്റത്തില്ല. കാര്യം എനിക്ക് നമ്മളങ്ങനെ ഒട്ടിയിലെന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മൾ വേറെ ഒന്നും, പ്രത്യേകിച്ച് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടി സ്ക്രബ് അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒട്ടിയിൽ കണ്ണടച്ച് നമുക്ക് എന്തും ചെയ്യാം. ആ ഒരു ഇതിലാണ്. ഫ്രണ്ട് ആരോ അയച്ചു കൊടുത്തതാണ് ഇങ്ങനെ CPL ഇതിനകത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയച്ചു കൊടുത്തു. ആഹാ. അപ്പത്തേക്കും ശരി എന്ന് പറഞ്ഞിട്ട് വേഗം ഒട്ടി ആയതുകൊണ്ട് വേഗം തന്നെ അപ്ലൈ ചെയ്തു. ഉം. അങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു ആള് വിളിച്ചു തന്നെ, വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ നിങ്ങൾ ഇങ്ങനെ അയച്ചിട്ടുണ്ടല്ലോ, ഓക്കെ ഞങ്ങളത് നോക്കിയിട്ടുണ്ട്, അപ്പൊ നോക്കിയിട്ട് ഞങ്ങൾ പറയാം, ഉം. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ പറയാന്ന് പറഞ്ഞു. അപ്പൊ അപ്പോഴത്തേക്കും ക്രിസ്മസ് ലീവ് വന്നു, അത് ഇത്. അപ്പൊ നമുക്ക് ടെൻഷൻ ആയി പോയി. ഉം. അയ്യോ ഇനി ഉണ്ടോ ഇല്ലയോ, അപ്പൊ അതെ, അതെ, പ്രിപ്പയർ അതെ. ചെയ്യണോ വേണ്ടയോ ഒന്നും ആകെ കൂടി ഒരു ടെൻഷനാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാനും സ്മിതയും കൂടി ഡിസ്കസ് ചെയ്തായിരുന്നു സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച്. ബിക്കോസ് ഞാൻ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു സാറിന്റെ ചാനൽ. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ UK നോക്കിയപ്പോ ഞാൻ CBT എഴുതാൻ വേണ്ടിയിട്ട്. അതെ. അപ്പൊ അതിനകത്ത് സാറിന്റെ ക്ലാസ് ഒക്കെ ഞാൻ നോക്കി അറ്റൻഡ് ചെയ്തിട്ട് ഉം. അത് ക്ലിയർ ആയിരുന്നു. പിന്നെ ന്യൂസ് ഒക്കെ സാർ അപ്പൊ ഉള്ളത് അപ്ഡേറ്റ് ചെയ്യുമല്ലോ. അതെ. അപ്പൊ ഇറ്റ് വാസ് ലൈക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കുമായിരുന്നു, എന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ് നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആഹാ. അപ്പം പുള്ളിക്കാരിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട്. അപ്പൊ എനിക്ക് അറിയുന്ന ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എസ്പെഷ്യലി മലയാളി. അങ്ങനെ അതൊരു നമുക്കത് കൂടുതൽ കണക്ട് ആവുമല്ലോ മനസ്സിലാക്കാനും ഒക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദെൻ വി ബോത്ത് ഡിസ്കസ്ഡ് ഓക്കെ നമുക്ക് അന്നാ ക്ലാസ് വേണോ. ഞാൻ പറഞ്ഞു എന്തായാലും വേണം, ബിക്കോസ് ദിസ് ദ ഫസ്റ്റ് എന്താ പറയാ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഞങ്ങളുടെ ലൈഫ് ഇതൊരു ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ നമുക്കറിയത്തില്ല പുറത്ത് എങ്ങനെയായിരിക്കും. ഇപ്പൊ OIT നമ്മൾ സ്പീക്കിങ്ങിൽ പോയി അതെ. ഓക്കെ ഓൾമോസ്റ്റ് അതും ഇപ്പൊ OIT പഠിച്ച പോലും മറന്നുപോയി തുടങ്ങി. കാര്യം ഇപ്പൊ 1.5 വർഷമായി ഒരു നാളായില്ലേ? അതെ, അതെ. പ്രാക്ടീസ് പോലും ഒരു ഇതായി. അതെ. അപ്പം ഓക്കെ വിൽ ടേക്ക് എന്തായാലും ഒരാളൊരു ഗൈഡൻസ് വേണം നമുക്ക്. പിന്നെ എങ്ങനെയായിരിക്കും അതിന്റെ കാര്യം നമ്മൾ യൂട്യൂബിൽ നോക്കുന്നുണ്ടെങ്കിലും ഓക്കെ ഇങ്ങനെയാണ് കുറെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഓരോ കറക്റ്റ് ആയിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ഇത് നമുക്ക് കിട്ടുന്നില്ലല്ലോ. ഉം. അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്കെ ദെൻ വിൽ ജോയിൻ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ അങ്ങനെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, ഓക്കെ ആക്കി. അപ്പൊ അങ്ങനെ ഇത് ജോയിൻ ആയി. ഓക്കെ. അപ്പൊ ദെൻ രേഷ്മ ഷി വാസ് ലൈക്ക് അപ്ഡേറ്റിംഗ് എല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്തു. അപ്പൊ എല്ലാ മെറ്റീരിയൽസ് ഒക്കെ അയച്ച് എല്ലാം ഉണ്ടെന്ന്. അതെ. അപ്പൊ അതിനകത്ത് രേഷ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോക്ക് സെക്ഷന് മുമ്പ് നിങ്ങളെല്ലാം അതിൽ നോക്കി എല്ലാം പ്രിപ്പയർ ആയിരിക്കണം, അപ്പോഴായിരിക്കും ഈസി ആവുന്നുണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഐ മേക്ക് ഷുവർ ദാറ്റ് അറ്റ്ലീസ്റ്റ് ഇപ്പൊ എന്താ വീഡിയോസ് 2 ഞാൻ ഫുൾ കണ്ട് ഞാൻ അതിന്റെ നോട്ട്സ് ഒക്കെ എഴുതിയെടുത്തു. വെരി ഗുഡ്. പിന്നെ മറ്റേ PDF-നകത്ത് ഞാൻ എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് സമയം ഉണ്ടായില്ല. അതെ. അപ്പൊ ഞാൻ റിലേറ്റഡ് ടു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി, പിന്നെ റിലേറ്റഡ് ടു OT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ, അതും ഞാൻ ഒന്ന് നോക്കി വെച്ചു. ഓക്കെ ഇതായിരിക്കും ഇങ്ങനെയൊക്കെ. അപ്പൊ എനിക്കൊരു കുറച്ചൊക്കെ ഐഡിയ വന്നു. അങ്ങനെയാണ് പിന്നെ സാറിന്റെ മോക്ക് സെഷൻ അറ്റൻഡ് ചെയ്തത്. അപ്പൊ മോക്ക് സെഷൻ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും ഓക്കെ അപ്പോഴാണ് ശരിക്കും അതന്നെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കത് പറയാൻ പറ്റിയിരുന്നില്ലെങ്കിലും അതെ. പിന്നെ ആയപ്പോ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു. ഓക്കെ അടുത്ത കാര്യങ്ങളൊക്കെ പിന്നെ സാറിന്റെ ഇതും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഒരു കോൺഫിഡന്റ് വന്നു. ഓക്കെ ഐ ക്യാൻ ഫേസ് ആൻ ഇന്റർവ്യൂ. വീട്ടിലിരുന്ന് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോക്ക് സെഷനിലൂടെ എനിക്ക് കിട്ടി. അതിനു മുമ്പ് എങ്ങനെ അറ്റൻഡ് ചെയ്യും എന്താന്ന് അറിയത്തില്ലല്ലോ, എങ്ങനെയാണ് സംസാരിക്കുന്നത്, അപ്പൊ ആ ഒരു പേടി ഉണ്ടായിരുന്നു. അതെ. ബട്ട് ഇതിലൊരു പിന്നെ സാറ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ പറയാം, നമ്മൾ എങ്ങനെയാണ് ഒരു ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ സെയിം അതുപോലെ തന്നെ എനിക്ക് അത് മൈൻഡിലുണ്ടായിരുന്നു. റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. ദ വേ ഐ വാസ് ടെല്ലിംഗ് ലൈക്ക് അവര് ചോദിക്കുന്ന ചോദ്യത്തിന് ഐ വാസ് ലൈക്ക് റിപ്പീറ്റിംഗ് ദ ക്വസ്റ്റ്യൻ. യെസ് കറക്റ്റ് യു ടെൽ. അപ്പൊ അവരുടെ അടുത്തുനിന്ന് ഒരു നല്ല റെസ്പോൺസ്. അപ്പൊ നമുക്ക് അതന്നെയാണല്ലോ. അപ്പൊ നമ്മൾ പറയുന്നു. ലാസ്റ്റ് ആയപ്പോൾ അതുപോലെ തന്നെ ഞാൻ എൻഡ് ചെയ്തു. ദിസ് ഇസ് വാട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ വാട്ട് ആർ ദ സ്കിൽസ് ഓഫ് OT nurse എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഓക്കെ യു ആർ ആസ്കിംഗ് അബൌട്ട് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ദീസ് ആർ ദി സ്കിൽസ് നീഡഡ് ഫോർ an OT nurse. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അതൊന്നും എനിക്ക് അറിയത്തില്ല, നമുക്ക് അറിയുന്നില്ലല്ലോ. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നു എന്നല്ലാണ്ട് ഓക്കെ അതൊരു സാധാരണ നമ്മളൊക്കെ എഴുതുമ്പോ ഒക്കെ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ അതൊരു മൈൻഡിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. സാർ അതൊക്കെ പറഞ്ഞു തന്നപ്പോ അതെന്റെ ഇൻ മൈ മൈൻഡ്. അപ്പൊ ആ ഒരു ഇത് ശരി. പിന്നെ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെ ഓൾമോസ്റ്റ് എല്ലാം ആ ഒരു റിലേറ്റഡ് ആയിരുന്നു. സാർ പറഞ്ഞില്ല എസ്പെഷ്യലി UHL കുറിച്ച് പറഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ യൂട്യൂബിലൊക്കെ നോക്കിയായിരുന്നു.
ആ. അപ്പൊ അതിനകത്ത് ലെവൽ 4 ഉണ്ടായിരുന്നു. ആ. ചുമ്മാ തട്ടിവിട്ട്. പിന്നെ ഞാൻ പേടിച്ചു പോയി അവരെങ്ങാനും അതിനെ കുറിച്ച് കൂടുതൽ ചോദിക്കുമെന്ന്. പക്ഷെ ഒന്നും ചോദിച്ചില്ല. വാട്ട് എവർ ഞാൻ പറഞ്ഞത് മാത്രം അതിൽ നിന്നൊന്നും ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു അങ്ങനെ തിരിച്ചൊരു ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ഉണ്ടായില്ല. റയറായിരുന്നു. എല്ലാം തന്നെ ഞാൻ പറഞ്ഞത് അവർ കേട്ടു. ഓക്കെ ആയിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ്. ഇപ്പൊ ഞാൻ എല്ലാരും പറയുന്നത് സെയിം കാര്യമാണ്. ബിക്കോസ് നിങ്ങൾ റാദർ ദാൻ ഒരു റിയൽ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഒരു കൈൻഡ് ഓഫ് ഒരു ഐസ് ബ്രേക്കർ സെഷൻ കിട്ടിക്കഴിയുമ്പോൾ, പ്ലസ് നിങ്ങളുടെ സെഷൻ എന്ന് പറയുമ്പോൾ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബിക്കോസ് എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പം എന്താ ലിൻസി എടുത്ത് വിട്ടു പോകുന്നിടത്ത് മഞ്ജു ക്ലിയർ ആക്കുന്നു, മഞ്ജു എടുത്ത് വിട്ടു പോകുന്നിടത്ത് സോയ ക്ലിയർ ആക്കുന്നു. നമ്മൾ എല്ലാവരും കണ്ടു. സോയ ആദ്യം തുടങ്ങിയ സമയത്ത് തന്നെ സോയക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്റർവ്യൂ ആൻസേഴ്സ് പറയാനൊക്കെ. ആള് ലിറ്ററലി സ്ട്രഗ്ലിംഗ് ആയിരുന്നു. പക്ഷെ നിങ്ങളുടെ ആൻസേഴ്സ് എല്ലാം കേട്ട് നമ്മൾ ഫീഡ്ബാക്ക് എല്ലാം ഓരോ ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഇമ്മീഡിയറ്റ്ലി അല്ലെ പെട്ടെന്നാണ് ബൗൺസ് ബാക്ക് ചെയ്തത്, കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തു മൊത്തത്തിൽ എല്ലാവർക്കും. മഞ്ജു ആ ഒരു എക്സൈറ്റ്മെന്റ് വിട്ടു പോകുന്നതിന് മുന്നേ മഞ്ജുവിന്റെ എക്സൈറ്റ്മെന്റ് കൂടെ ഒന്ന് കിട്ടട്ടെ എന്തായാലും. മഞ്ജു, കൺഗ്രാചുലേഷൻസ് ലൈക്ക് കിട്ടിയതില്. കാര്യം ആ ഒരു HSC അയർലൻഡ് ഇന്റർവ്യൂ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ലിൻസി പറഞ്ഞ പോലെ OT അല്ലെങ്കിൽ ആ തിയേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ അതേപോലത്തെ ഇന്റർവ്യൂ വരണം. ഓക്കെ, ആൻഡ് അതുപോലെ ആ ചാൻസ് കിട്ടുമ്പോൾ അത് കളയാതിരിക്കണം. ഓക്കെ, അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ആവണം. അപ്പൊ മഞ്ജു അതിനെടുത്തിട്ടുള്ള റിസ്ക്, അതിനെടുത്തിട്ടുള്ള പ്രിപ്പയർനെസ്, അതിന്റെ ഹോംവർക്ക്, അതെല്ലാം കൊണ്ടാണ് ഈ ഒരു HSCയുടെ ഇന്റർവ്യൂ മഞ്ജുവിന്റെ കയ്യിൽ ഇപ്പൊ കിട്ടി സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്നത് എന്തായാലും. ഓക്കെ, അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ആസ് എ ടീച്ചർ റിയലി പ്രൗഡ് ഓഫ് യു ആൻഡ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. മഞ്ജുന് എന്ത് തോന്നുന്നു? എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ? ഫാമിലി എല്ലാവരും ഹാപ്പി ആണോ? മഞ്ജു ഹാപ്പി ആണോ? സാർ, ഫസ്റ്റ് ഓഫ് ഓൾ സാറിനെ വീണ്ടും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതെ, ഇന്റർവ്യൂ കിട്ടിന്ന് പറഞ്ഞപ്പോ തന്നെ ആദ്യം തന്നെ എന്താ പറയാ, ഞാൻ OET ഇപ്പൊ DL എടുത്തിട്ട് 1 year ഏകദേശം എന്റെ എക്സ്പയർ ആയിരുന്നു. പിന്നെ ശരിയാണ്. അപ്പൊ ആ ഒരു DL എടുത്ത ഒരു 1 year എന്താ പറയാ, നമുക്ക് അത്രയും പിന്നെ തിയേറ്റർ നഴ്സസിന്റെ വേക്കൻസീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ശരിക്കും DL എക്സ്പയറി ആയിരുന്നു ഈ കഴിഞ്ഞ നവംബറിൽ. അന്നേരമാണ് വീണ്ടും അയർലൻഡ് ഓപ്പൺ ആയി എന്താ പറയാ ഇങ്ങനെ വേക്കൻസീസ് ഒക്കെ വരാൻ തുടങ്ങിയത്. അന്നേരം തന്നെ നമ്മള് DL റിന്യൂ ചെയ്തു. പക്ഷെ ഞാൻ അയർലൻഡ് കിട്ടിയ ഒരു ടൈമിൽ തന്നെ സാറിന്റെ ഫോളോവർ ആയിരുന്നു. സാറിന്റെ വീഡിയോസ് ഒക്കെ കണ്ട് ഞാൻ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പൊ തന്നെ നമ്മള് ഏകദേശം സാറ് ഇന്റർവ്യൂ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതൊക്കെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യായിരുന്നു. പിന്നെ ഇങ്ങനെ നമ്മൾ HSCന്റെ ഒരു വേക്കൻസി തിയേറ്റർ നഴ്സ് ആണ്. വേക്കൻസി വന്നപ്പോൾ തന്നെ സാറ് പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ കാരണം നമുക്കൊരു ചാൻസ് മിസ് ആവരുത്. അങ്ങനെയുള്ളത് അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ആയി അറിഞ്ഞപ്പോ തന്നെ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ കോഴ്സ് സെലക്ട് ചെയ്യാം, അങ്ങനെയാണ് ഫസ്റ്റ് വന്നത്. അപ്പൊ എന്തായാലും MNC നമ്മൾ ഓൾറെഡി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണ് പിന്നെ സാറിന്റെ കോഴ്സ് എടുക്കാൻ നമ്മൾ വിചാരിച്ചത്. അങ്ങനെ പിന്നെ കോഴ്സ് നമ്മൾ എടുത്തപ്പോൾ തന്നെ നല്ല റെസ്പോൺസ് ആയിരുന്നു. നമുക്ക് ക്ലാസ്സസും എല്ലാം അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് എന്ത് പിന്നെ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും അപ്പം തന്നെ രേഷ്മയാണെങ്കിലും നമുക്ക് ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ സാറിന്റെ മോക്ക് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം എനിക്ക് ഏജൻസിന്റെ ഒരു മോക്ക് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ മോക്കിൽ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്താ പറയണ്ടേ. സത്യം പറഞ്ഞാൽ എനിക്ക് ആൻസർ പറയാൻ പറ്റിയില്ല. അപ്പം ഭയങ്കര ഒരു ടെൻഷൻ ആയിരുന്നു, ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് സാറിന്റെ മോക്ക് വരുന്നത്. ആ മോക്കിലാണ് എനിക്ക് തുടങ്ങിയപ്പോ ഒരു സ്ട്രെസ് ആണെങ്കിലും സാറ് നമ്മളെല്ലാരും ഭയങ്കര കൂളാക്കി കൊണ്ടുവന്നു. പിന്നെ ലിൻസി പറഞ്ഞ പോലെ നമ്മള് കുറച്ച് എന്താ പറയാ കോൺഫിഡൻസ് കൂടി വന്നു. അങ്ങനെ ഈ ഒരു മോക്ക് കഴിഞ്ഞപ്പോൾ MNCന്റെ മോക്ക് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഒരു ആൻസർ പറയേണ്ടത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അവരൊരു ഓർഡറിൽ പറഞ്ഞാൽ മതിയായിരിക്കും, പക്ഷെ നമുക്കൊരു ഗൈഡൻസ് വേണം. ഒരു ഗൈഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയത് ആ മോക്ക് കഴിഞ്ഞപ്പോഴാണ്. പിന്നെ സാറിന്റെ ക്വസ്റ്റ്യൻസും എല്ലാം തന്നെയാണ് നമ്മൾ പഠിച്ചതും. അപ്പൊ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്കൊരു ഓർഡറിൽ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ ആൻസർ പറയാൻ പറ്റി. ക്വസ്റ്റ്യൻസ് വന്നതാണെങ്കിലും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തന്നെയായിരുന്നു. പിന്നെ ലിൻസി പറഞ്ഞ പോലെ തന്നെ ഞാനും ഫസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരിക്കലും മിസ്സാകാത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ പോലെ തന്നെ അതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എന്റെ അടുത്തും ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് വിത്ത് UHL ആണ് തുടങ്ങിയത്. പക്ഷെ അതെ, പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റി. ആ ഒരു ഇന്റർവ്യൂ ആണെങ്കിലും മൊത്തം ഒരു സ്ട്രെസ് ആയിരുന്നില്ല. സാറ് പറഞ്ഞ പോലെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്തപ്പോൾ. അതെ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ ഇത്രയും ലോങ് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അത് കിട്ടുന്ന പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്.
നിങ്ങളെ അതിലെ MNCന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. തിരിച്ചും അതേപോലെ മഞ്ജു, കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇപ്പം മഞ്ജു ആയാലും ലിൻസി ആയാലും സോയ ആയാലും ലിത ആയാലും സ്മിത ആയാലും നിങ്ങൾ 5 പേരും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഹ്യൂജ് സക്സസ് എന്തുകൊണ്ടാണ്? ബിക്കോസ് 5 ഔട്ട് ഓഫ് 5 എന്ന് പറയുമ്പോൾ നമുക്ക് 100% സക്സസ് ആണ്. അപ്പൊ അതില് ഇത്രയും പേര് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ 5 പിള്ളേർക്കും കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ വി കാൺ ആസ്ക് മോർ ദാൻ ദാറ്റ്. ഒന്നും ദൈവത്തിന്റെ അടുത്ത് ചോദിക്കാനില്ല പ്രത്യേകിച്ച്, മനസ്സിലായോ? അപ്പൊ അത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും നാട്ടിലാണ് ഉള്ളത് അല്ലെ? മഞ്ജു നാട്ടിലാണ്. മഞ്ജു ഇപ്പൊ എത്ര നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നാട്ടില്? ഞാനിപ്പം എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു 3 years ആദ്യം, പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ട് 3 years. ആ അത് കഴിഞ്ഞ് ഇപ്പം 3 year ആയിട്ട് കണ്ടിന്യൂസ് വർക്ക് പക്ഷെ ചെയ്യുക. കണ്ടിന്യൂസ് OT തന്നെയാണ്. അപ്പം OT ലൈക്ക് അതെ 6 ഞാൻ years ആയിട്ട് OT തന്നെയാണ്. ഇപ്പൊ നമുക്ക് എനിക്ക് OT തന്നെയാണ്, വേറെ വേണ്ടത് ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല. ഇല്ല. അതാ അപ്പൊ നമുക്ക് ബേസിക്കലി ഇപ്പം എല്ലാം കൂടെ ഒത്തുചേരണം എന്ന് പറയില്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു അതെ ഇതെല്ലാം അതെ ഇതൊന്നും നമ്മൾ ട്രൈ ചെയ്യാതെ, ഓക്കെ വാക്കൻസീസ് ഒന്നുമില്ല, അവസരങ്ങളൊന്നുമില്ല, ഞാൻ വിട്ട് കളയാം, നാട്ടിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി, ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ കൈൻഡ് ഓഫ് കാണുന്ന ആൾക്കാർക്ക് ഒരു കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനാണ് ബേസിക്കലി. കാര്യം എന്താ, ഇപ്പൊ ലിൻസി ആവട്ടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. മഞ്ജു ആവട്ടെ അല്ലെങ്കിൽ സോയ, ബാക്കിയുള്ളവരെല്ലാവരും ഈ 5 പേരും നിങ്ങളെല്ലാവരും ഇപ്പം ബാക്കിയുള്ളവരെല്ലാം പല കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം ബാക്കി സോയ ആണെങ്കിൽ ഒമാനിലെ ബഹറിനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ലിത ആണെങ്കിൽ ഇതേപോലെ UAE വർക്ക് ചെയ്യുന്ന കാൻഡിഡേറ്റ്. അപ്പൊ സ്മിത മഞ്ജുവിന്റെ കൂടെ ലൈക്ക് ലിൻസിയുടെ കൂടെ തന്നെ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ നിങ്ങൾ 3 പേര് നാട്ടിലുള്ളവരും 2 പേര് എബ്രോഡ് ഉള്ള ആൾക്കാരുമാണ്. ഓക്കെ, അപ്പം എല്ലാവരുടെയും കൺസെപ്റ്റിലൊക്കെ നാട്ടിലുള്ളവർക്ക് കിട്ടില്ല എന്നുള്ളൊരു സംഭവമുണ്ട് ഒന്ന്. ഓക്കെ, കിട്ടില്ല എന്തുകൊണ്ട്? ബിക്കോസ് ആരും ട്രൈ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിന്റെ പുറകെ ഉണ്ട്. ലിൻസി തന്നെ പറഞ്ഞു UK എന്നുള്ളൊരു ഡ്രീം ആയിരുന്നു, പക്ഷെ ഒരു ഷിഫ്റ്റ് വന്നപ്പോ എന്ത് സംഭവിച്ചു? ലിൻസി തന്നെ ഡിസൈഡ് ചെയ്യുന്നു, ഓക്കെ ശരി ഞാൻ അയർലൻഡ് നോക്കാം. അപ്പൊ അല്ലെങ്കിൽ മഞ്ജു നിങ്ങൾ നോക്കുന്ന ഒരു ഷിഫ്റ്റ് വന്നപ്പോൾ നമ്മൾ ആ പാറ്റേണിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. റാദർ ദാൻ നിങ്ങൾ എക്സ്പീരിയൻസ് ബ്രേക്ക് ചെയ്യുന്നില്ല, ബാക്കി കാര്യങ്ങൾ നോക്കുന്നില്ല, അതിൽ തന്നെ നിൽക്കുക. അത് തന്നെ വലിയൊരു സംഭവം എന്തായാലും ഇല്ലേ? അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞത് കൊണ്ടാണ് ഈ ഒരു ചാൻസ് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞതും. ആൻഡ് ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ തന്നെ സ്വയം എന്താ ഒരു പ്രോ ആക്റ്റീവ്നെസ് എടുക്കുകയാണ്. കാര്യം ഒരുപാട് പേര് യൂട്യൂബ് വീഡിയോസും മെറ്റീരിയൽസും മാത്രം നോക്കി പഠിക്കുന്നു. പക്ഷെ നിങ്ങൾക്കറിയാം എത്രത്തോളം പ്രഷ്യസ് ആണ് ഈ ഒരു ഇന്റർവ്യൂ അല്ലെ? ഇപ്പൊ മഞ്ജു പറഞ്ഞ പോലെ അല്ലെങ്കിൽ ലിൻസി പറഞ്ഞ പോലെ അപ്പൊ അതിൽ നിങ്ങൾക്കൊരു റിഗ്രറ്റ് വരരുത്. എപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പിള്ളേർ പറയും, സാർ എനിക്ക് വേണം, എനിക്ക് എന്റെ മിസ്റ്റേക്ക് കൊണ്ട് ഈ ഒരു ഇന്റർവ്യൂ എന്റെ കയ്യിൽ നിന്ന് പോകരുത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു വരാണെങ്കിൽ ഞാൻ എന്റെ മാക്സിമം എഫേർട്ട് ഇടും, എനിക്ക് ഒരു പ്രശ്നമില്ല ഇടുന്നതിന്. പക്ഷെ അതിൽ നമ്മൾ ഉഴപ്പാണെങ്കിൽ ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ് ടു ഡു അല്ലെ? അപ്പൊ നമ്മളും അതിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി നിൽക്കറിയാം. അന്ന് എത്ര നേരം നമ്മൾ ഇന്റർവ്യൂ ഏകദേശം ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു ലൈക്ക് കൈൻഡ് ഓഫ് ലോങ് സെഷൻ ആയിരുന്നു ബേസിക്കലി ഇല്ലേ? അപ്പൊ ആ ഒരു സെഷൻ നമ്മൾ ഇരിക്കുന്നതും അപ്പൊ അത് എന്തുകൊണ്ട് അത്രയും ലോങ് ആയിട്ട് പോയി? ബിക്കോസ് നിങ്ങൾ നന്നായിട്ട് എല്ലാവരും ഹോംവർക്ക് ചെയ്തു, മനസ്സിലായോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു ഹോംവർക്ക് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അന്നത്തെ ഡിസ്കഷൻ നമുക്ക് അത്രയും ഫ്രൂട്ട്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നോ? ഒരിക്കലും ഇല്ല. ഓക്കെ, അപ്പൊ അത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇപ്പൊ മഞ്ജു ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്താണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പാനൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി അപ്പം നമ്മളൊരു കൈൻഡ് ഓഫ് ഞാൻ നിങ്ങളെ ജഡ്ജ് ചെയ്യാനല്ല ഇരുന്നത്, ഞാൻ നിങ്ങളെ ബ്ലെയിം ചെയ്യാനല്ല ഇരുന്നത്, ഞാൻ ലിറ്ററലി നിങ്ങൾക്ക് ഒരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് തരുമായിരുന്നു. ഓക്കെ, ആൻഡ് ഈവൻ ഐ എം മോർ ദാൻ ഹാപ്പി ആയിരുന്ന കാര്യം എന്താ, ഞാൻ ആസ് എ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു വന്ന പിള്ളേരാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഹാപ്പിയാണ് ഉറപ്പായിട്ടും. എന്തായാലും ഈ കുട്ടികൾക്ക് ഇപ്പൊ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടേണ്ടത് നിങ്ങളുടെ ഹാർഡ് വർക്ക് ആണ് ബേസിക്കലി ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, ഞാനോ അല്ലെങ്കിൽ MNC എന്ന് പറയുന്നത് നമ്മളൊരു നിമിത്തമായി നിങ്ങളെ ഒരു ഗൈഡ് ചെയ്തു റൈറ്റ് വേയിലോട്ട് എന്തായാലും, അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ ആ ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാല് വലിയൊരു കാര്യമാണ്. ആ ഒരു ഗൈഡൻസ് ഇല്ലാതെ നമുക്ക് ഒന്നും ഒരു പ്രോപ്പർ വേയിൽ എത്തിക്കാൻ പറ്റില്ല. എന്റെ കൂടെ എന്താ പറയാ, അന്ന് ഏജൻസിയിൽ അറ്റൻഡ് ചെയ്ത ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇതുപോലെ 3 പേർക്ക് ഗ്രൂപ്പ് ഇന്റർവ്യൂ ആയിരുന്നു, ഗ്രൂപ്പ് മോക്കായിരുന്നു. പക്ഷെ അവരും ഇതുപോലെ കുറെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരുന്നു. ആ 2 പേരും എന്താ പറയാ എന്നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല ആൻസേഴ്സ് ഒക്കെ പറഞ്ഞ ഒരാളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇന്റർവ്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് ആ കുട്ടി എന്നെ വിളിച്ചു, അവർക്ക് കിട്ടിയില്ല എന്ന് പറയാൻ വേണ്ടിട്ട്. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു എടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കും ആ ഒരു നമ്മുടെ ഒരു പ്രിപ്പറേഷൻ കൊണ്ട് കുറവ് കൊണ്ട് ചിലപ്പം കിട്ടില്ലായിരിക്കും. അവരാണെങ്കിൽ നല്ല രീതിയിൽ ആൻസേഴ്സ് പറഞ്ഞു, ചോദിക്കുന്നതിന് എല്ലാത്തിനും പറയാൻ പറ്റി, എന്തായാലും കിട്ടുന്ന വിചാരിച്ചു അവർ പറഞ്ഞു. അപ്പൊ എവിടെയാണ് അവർക്ക് മിസ്റ്റേക്ക് വന്നേ, അല്ലെങ്കിൽ അവർ ചിലപ്പം പ്രതീക്ഷിക്കുന്ന വേർഡ്സ് ആയിരിക്കും, അത് നമ്മുടെ കയ്യിൽ നിന്ന് അതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ എന്തായാലും ഒരു ഗൈഡൻസ് വേണം. ഉറപ്പായിട്ടും അയ്യോ അത് ഉറപ്പായിട്ടുള്ള കാര്യം മഞ്ജു. ഇപ്പൊ മഞ്ജു പറഞ്ഞ പോലെ തന്നെ കാര്യം നമ്മൾ ആ ഒരു മോക്കിലോട്ട് പോകുന്നതിന്റെ റീസൺ ഇപ്പൊ നമുക്ക് മാക്സിമം കാര്യങ്ങളെല്ലാം റെക്കോർഡ് സെഷൻസിലും മെറ്റീരിയൽസിലും നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ ഒരു മോക്കിന്റെ സെഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്ലാസ്സോ ഈവൻ 1-to-1 വേണമെന്ന് പോലും നിർബന്ധമില്ല, നമുക്കൊരു ഗ്രൂപ്പ് ക്ലാസ് ആയാലും മതി. നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരു അവസരം കിട്ടണം എവിടെയെങ്കിലും അല്ലെ? എങ്കിലും നമ്മൾ പഠിച്ചത് നമ്മൾ പറയുന്നത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, ബേസിക്കലി അതാണ് നമുക്ക് വേണ്ടത്. കാര്യം നിങ്ങൾ കുറെ പഠിച്ചു,
പക്ഷെ പറയുന്നത് പഠിച്ച കാര്യങ്ങളാണോ പറയുന്നത്? അത് ഇങ്ങനെയാണോ അത് ഇംപ്രവൈസ് ചെയ്ത് പറയേണ്ടത്? ഇതാണോ പാനലിന് വേണ്ടത് അല്ലെ? അത് ലിറ്ററലി ഒരാൾ ഇരുന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു ആൻസേഴ്സ് അല്ലെങ്കിൽ ആ ഒരു കറക്ഷൻ നിങ്ങൾക്ക് കിട്ടുക ഇതിനകത്ത് എന്തായാലും. അപ്പൊ അത് ഇപ്പൊ മഞ്ജുവിനെ ആലോചിച്ച് നോക്കി, മഞ്ജു അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചുകൊണ്ട് പറയാൻ പറ്റി അല്ലെ? അതിനോടൊപ്പം ഓരോന്നിനും നമ്മൾ ഫീഡ്ബാക്ക് തന്നു കഴിഞ്ഞപ്പോൾ മഞ്ജു അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആവാനും പറ്റി പിന്നീട് പോയപ്പോൾ എന്തായാലും അല്ലെ? അപ്പൊ മഞ്ജുവിന് ഹോൾ ഓഫ് സെഷൻ കാര്യങ്ങളെല്ലാം ഇന്റർവ്യൂവിന് പോയപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ലൈക്ക് കൈൻഡ് ഓഫ് ഒരു ടെൻഷൻ മാറി, ഒരു ബാരിയർ മാറി, ഒന്ന് കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനും ഫേസ് ചെയ്യാനൊക്കെ പറ്റിയോ പാനലിനെ? മോക്ക് കഴിഞ്ഞപ്പോ തന്നെ ഭയങ്കര ഒരു എന്താ പറയാ കോൺഫിഡൻസ് ആയിരുന്നു. അതിനു മുമ്പ് നമ്മൾ ക്ലാസ് ഇങ്ങനെ വീഡിയോസ് കേൾക്കുമ്പോഴാണെങ്കിലും സാറിന്റെ നോട്ട്സ് കാണുമ്പോഴാണെങ്കിലും ഭയങ്കര ഒരു ടെൻഷൻ ആയിരുന്നു. എന്തായിരിക്കും ചോദിക്കുക അങ്ങനെ ഭയങ്കര ഒരു ടെൻഷൻ ആയിട്ട് സത്യം പറഞ്ഞാൽ ഉറക്കം തന്നെ ഇല്ലായിരുന്നു. എനിക്ക് ശരിക്കും നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പൊ ഡ്യൂട്ടിയും പ്ലസ് നമുക്ക് വീഡിയോസും എല്ലാം കൂടി കാണുമ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ ആയിരുന്നു സത്യം പറഞ്ഞാൽ. മോക്ക് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ ടെൻഷൻ പകുതി കുറഞ്ഞു തന്നെ പറയാം. ഭയങ്കര നമ്മൾ സ്ട്രെസ് ഫ്രീ ആയി. പിന്നെ നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും അവർ പറയുന്നത്, മനസ്സിലാവോ, എന്ത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. പക്ഷെ സാറ് പറഞ്ഞ പോലെ തന്നെ അവരും നമ്മളെ ഭയങ്കര കൂളാക്കി ചിരിച്ച് അങ്ങനെ തന്നെയാണ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമുക്ക് എന്താ പറയാ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാം വന്നത്. അതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ ഒരു 1/2 hour ഇന്റർവ്യൂ ആയിരുന്നു. എല്ലാം നല്ലപോലെ തന്നെ പറയാൻ പറ്റി. അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ നമുക്ക് തന്നെ ഭയങ്കര ഒരു സെൽഫ് കോൺഫിഡൻസ് വന്നു. ഞാനെല്ലാം അറ്റൻഡ് ചെയ്തല്ലോ, പറഞ്ഞല്ലോ, എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് തന്നെയാണല്ലോ വന്നേ, അങ്ങനെ ഒന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ എന്താ പറയാ റിസൾട്ട് ലേറ്റ് ആയപ്പം ഞാനിങ്ങനെ ലീവ് ചെയ്ത്, ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ലീവ് ചെയ്ത് പോയത് കൊണ്ട് ഇനിയിപ്പം റിസൾട്ട് എല്ലാവരും അറിഞ്ഞു, എന്റെ മാത്രം അറിഞ്ഞില്ല, അപ്പൊ കിട്ടിയില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ എനിക്കൊരു വിഷമമായിരുന്നു. അങ്ങനെ ഓഫർ ലെറ്റർ വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ഞെട്ടിപ്പോയി എന്ന് പറയാം. അപ്പൊ ആദ്യം സാറിനെ വിളിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴാണ് കണ്ടത്. അപ്പൊ തന്നെ സാറിന് മെസ്സേജ് അയച്ചു, രേഷ്മയ്ക്ക് മെസ്സേജ് അയച്ചു. എല്ലാരും ഭയങ്കര എല്ലാരും ഒന്ന് നമുക്ക് 4 പേർക്ക് കിട്ടി എന്തായാലും. അപ്പൊ 5ാമത്തെ ആൾ കൂടെ കിട്ടിയുമ്പോ ഒരു ലൈക്ക് നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തല്ലേ, എല്ലാരും ഒരുപോലെ പഠിച്ച ആൾക്കാരല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 5 പേർക്ക് കിട്ടണം. ഞാൻ പറഞ്ഞു, നമ്മൾ ദൈവത്തിനോട് ചോദിക്കുന്ന വലിയൊരു ആസ്ക് ആണ്. 5 പേർക്ക് പഠിച്ച 5 പേർക്കും കിട്ടണം, വരുന്ന എല്ലാവർക്കും കിട്ടണം. പക്ഷെ അത് ലൈക്ക് ഒരാളും കൂടെ അറിയാനുണ്ട്, അയാൾക്ക് കൂടെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. നമ്മൾ കൈൻഡ് ഓഫ് സെൽഫിഷ് ആവും ഉറപ്പായിട്ടും നമ്മുടെ പിള്ളേരുടെ കാര്യം വരുമ്പോൾ. അപ്പൊ അത് ഞാൻ ലൈക്ക് എന്താ മഞ്ജുവിന്റെ അടുത്ത് ആ റിസൾട്ട് കേൾക്കുമ്പോഴാണ് ആ ഒരു സന്തോഷം ആക്ച്വലി. ഇപ്പൊ ഞാനാണെങ്കിലും രേഷ്മ ആണെങ്കിലും, സാർ മഞ്ജുവിന്റെ വന്നില്ലല്ലോ സാർ, മഞ്ജുവിന്റെ എന്താ സാർ വരാത്തെ എന്ന് രേഷ്മ തന്നെ. ഞാൻ പറയും രേഷ്മ ഞാനും അതേ ടെൻഷനില്ല, നമുക്ക് നോക്കാം, ഹോപ്പ്ഫുള്ളി മഞ്ജു നാളെ അപ്ഡേറ്റ് കിട്ടുമായിരിക്കും. ലൈക്ക് ഇത് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് സംസാരം, മനസ്സിലായോ? ഓക്കെ. അപ്പം നമ്മുടെ മഞ്ജുവിന്റെ സൈഡിൽ നിന്ന് മഞ്ജുവിന്റെ റെക്കമെൻഡേഷൻ എന്താ? ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നാട്ടില്, അയർലൻഡിന്റെ ലൈക്ക് OET കഴിഞ്ഞിട്ട് DL എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അയർലൻഡിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികളുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താ മഞ്ജുവിന്റെ സൈഡിൽ നിന്ന്? ഞാൻ പറയുകയാണെങ്കിൽ എന്തായാലും ഇങ്ങനെ സാറ് പറഞ്ഞ പോലെ തന്നെ സാർ എല്ലാ വീഡിയോസും തന്നെ പറയാറുണ്ട്, നമ്മൾ വൺസ് നമ്മൾ ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റഡ് ആയി, കാരണം ഇന്റർവ്യൂസ് നമുക്ക് കുറവാണ് ഇപ്പം. നമുക്കിങ്ങനെ OT അല്ലെങ്കിൽ ഓരോ സ്പെഷ്യലൈസേഷൻ വരുമ്പോൾ അത് ഓരോ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് അത് കുറവായിരിക്കും. അപ്പം അത് വരുമ്പോൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആയി എന്ന് അറിയുന്ന സമയം തന്നെ നമ്മൾ എന്തായാലും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എടുക്കേണ്ടത് മസ്റ്റ് ആണ്. കാരണം നമുക്ക് എങ്ങനെയാ നമുക്ക് അറിയായിരിക്കുമല്ലോ, പക്ഷെ ഒരു ഗൈഡൻസ് ഇല്ലാതെ നമുക്കൊരു പ്രോപ്പർ ആൻസറിലേക്ക് എത്താൻ നമുക്ക് പറ്റില്ല. കാരണം എന്റെ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണെങ്കിൽ തന്നെ എത്രയോ പേർക്ക് കിട്ടാതെ പോയവരുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും പറയാ, എന്തായാലും കോച്ചിങ് നല്ലതാണ്, എടുക്കണം. എക്സ്പീരിയൻസും പിന്നെ അതുപോലെ നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻസി ഒന്ന് വിട്ടുപോകാതിരിക്കുക അല്ലെ. ഒന്ന് ലൈക്ക് ഇപ്പൊ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അത് വിട്ട് കളയരുത്, അതിന്റെ പുറകെ നിൽക്കുക അല്ലെ. ഇപ്പൊ എന്താണോ റിയൽ സിറ്റുവേഷൻ, റാദർ നമ്മൾ അതെ അവസരങ്ങൾ ചിലപ്പം കുറഞ്ഞു എന്ന് വരാം, ചിലപ്പോൾ കൂടിയെന്ന് വരാം. പക്ഷെ ഒന്നുമില്ല, ഇനി ഒന്നുമില്ല, ഈ അയർലൻഡ് ഓപ്പണിംഗ് ഇല്ല, UK ഓപ്പണിംഗ് ഇല്ല, ഇനി ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതിലല്ല കാര്യം. തേടി പിടിക്കുക അല്ലെ, ബേസിക്കലി അപ്ഡേറ്റ്സ് അറിയുക. അതിനെപ്പറ്റി എന്താ പറയുന്നു മഞ്ജു? അതേ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയ ആൾ തന്നെയല്ലേ എന്തായാലും അല്ലേ? ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ ഭയങ്കര ഡെസ്പ് ആവുന്ന ഒരാളാണ്. ശരിക്കും എന്റെ ഹസ്ബൻഡ് ആണ് ഇങ്ങനെ എന്താ പറയാ കുറച്ചും കൂടി പോസിറ്റീവ് ആക്കി, എന്തായാലും നമുക്ക് കിട്ടും, ഇനിയും ഓപ്പണിംഗ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്നെ എപ്പോഴും പോസിറ്റീവായി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാൾ ഹസ്ബൻഡാണ്. അപ്പൊ നമുക്കിങ്ങനെ അയർലൻഡ് ഓപ്പണിംഗ് ഒക്കെ കുറഞ്ഞ സമയത്ത് സൗദി എക്സാം എഴുതുകയും സൗദി പാസ്സായി, സൗദിന്റെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അത് കിട്ടി. അപ്പോഴാണ് നമുക്കിങ്ങനെ അയർലൻഡ് ഓപ്പൺ ആവുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ DL എക്സ്പയർ ആവാൻ വേണ്ടി തുടങ്ങി. അന്നേരം റിന്യൂ ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോഴും അപ്പൊ എനിക്ക് ഒരു എന്താ പറയാ
ഇനി വേണോ അങ്ങനെ ഒരു മൈൻഡ് ആയിരുന്നു. അപ്പോഴാണെങ്കിലും ഹസ്ബൻഡ് തന്നെയാണ് പറഞ്ഞത്, നമ്മൾ എന്തായാലും ഇതിന്റെ പുറകെ ഇത്ര എടുത്തില്ലേ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി റിന്യൂ ചെയ്യാം. അങ്ങനെ പിന്നെ വീണ്ടും അങ്ങനെ DL എടുത്തു. പിന്നെ OET ഈ മെയ് വരെ ഉണ്ടായിരുന്നുള്ളൂ. OET വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു DLന്റെ ഒരു 1 ഇയറിലേക്ക്. അതെ. അപ്പം വീണ്ടും നമ്മള് കണ്ടിന്യൂസ് ആയി അതിന്റെ പുറകാലെ ഒന്നിന്റെ കണ്ടിന്യൂ ചെയ്ത് പോയാലേ നമുക്ക് എന്തായാലും അത് ഇപ്പൊ നോക്കി അതെല്ലാം ചെയ്തത് കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റൂ. എലിജിബിൾ ആയത് അല്ലെ. അല്ലെങ്കിൽ DL എക്സ്പയർ ആയി, OET വാലിഡിറ്റി ഇല്ല എങ്കിൽ ഈ ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റഡ് ആവുമായിരുന്നു മഞ്ജു? ഇല്ല. അപ്പൊ ആ ഒരു ലൈക് ട്രസ്റ്റ് ദ പ്രോസസ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം ബാക്കി നമുക്കുള്ളത് കൊണ്ടുതരും, അത് എപ്പോഴാണെങ്കിലും. അത്രേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും നമ്മളെല്ലാം സാറിന്റെ വീഡിയോസ് എപ്പോഴും കാണും. സാറിന്റെ എല്ലാ വീഡിയോസിലും സാർ ഇങ്ങനെ പറയും, നിങ്ങള് എലിജിബിൾ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കൊടുക്കണം, നിങ്ങൾ ഒരിക്കലും വൈകരുത്. കാരണം അത്രയും ആപ്ലിക്കൻസിനെ കിട്ടിയാൽ അവരപ്പം തന്നെ അത് ക്ലോസ് ചെയ്യും. ഉറപ്പായിട്ടും. എനിക്ക് മന്ത്രമാണ് ഇപ്പൊ പറഞ്ഞു മനസ്സിലായി. എല്ലായിടത്തും പറഞ്ഞ് ഞാൻ ആ വീഡിയോയിൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ലിറ്ററലി ഇത് കാണുമ്പോൾ പറയാ, ബിക്കോസ് അത് കേൾക്കുന്ന ആൾക്കാർ കൊടുക്കും. നിങ്ങൾ എല്ലാരും കൊടുത്തു. എന്തായാലും സാറിന്റെ ഒരു ഫോളോവർ ആയിട്ടുള്ള ഒരാൾക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ ഷോർട്ട് ലിസ്റ്റഡ് ആയി എന്ന് വരുമ്പോൾ തന്നെ അവർ ഫസ്റ്റ് അത് ഓർക്കും. നിങ്ങളുടെ ഒരു ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ കാരണം നിങ്ങൾ എന്താ പറയാ ഒരു ചാൻസ് മിസ്സാക്കരുത്. അത് തന്നെ ഫസ്റ്റ് എന്റെ മൈൻഡിലേക്ക് വന്നേ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ 100% പറയുമ്പം എല്ലാവർക്കും അത് മനസ്സിലാക്കും. ഇപ്പം ഞാൻ ബേസിക്കലി പറയുന്നതിനെക്കാട്ടിലും അത് അനുഭവിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ കൂടി അയർലൻഡിന്റെ ഇന്റർവ്യൂ സക്സസ് ആയിട്ടുള്ള ഒരാളുടെ സൈഡിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ അത് ബാക്കിയുള്ള നമ്മുടെ പബ്ലിക്കിന് അല്ലെങ്കിൽ ആ ഒരു നഴ്സസിന്റെ ഒരു കമ്മ്യൂണിറ്റിക്ക് മനസ്സിലായോ? ഓക്കെ, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അത് ചെയ്യുന്നതിൽ, എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് റെസിലിയന്റ് ആയിട്ട് ലൈക്ക് പുറകിലേക്ക് പോവാതെ. അതെ, ഉറപ്പായിട്ട് സിറ്റുവേഷൻസ് മാറും, റിക്രൂട്ട്മെന്റ്സ് സ്റ്റോപ്പ് ആകാം, ഫ്രീസ് ആകാം, പക്ഷെ സ്റ്റിൽ ലൈക്ക് കൈൻഡ് ഓഫ് ഒരു റേ ഓഫ് ഹോപ്പ് നമ്മൾ എല്ലാത്തിലും കൊടുക്കുക കുറച്ചെങ്കിലും, അല്ലെ? ഇപ്പൊ ഒന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ മഞ്ജു ചെയ്ത നല്ലൊരു ഓപ്ഷൻ എന്താ, സൗദി പ്രോമെട്രിക് എഴുതി. കാര്യം നമ്മള് നഴ്സസ് ആണ് നമ്മൾ എല്ലാവരും എന്തായാലും, അല്ലെ? അപ്പൊ നമ്മൾ ഒരിക്കലും ജോലി ഇല്ലാതെ ഇരിക്കേണ്ട ഒരു പ്രൊഫഷൻ അല്ല, ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബാണ് നമ്മുടെ എല്ലാവരുടെയും എന്തായാലും. അപ്പം അയർലൻഡ് ഇല്ലെങ്കിൽ UK ഇല്ലെങ്കിൽ എന്താ, നമുക്ക് ജോലിയില്ലേ? നമുക്ക് ഉണ്ടല്ലോ, നമുക്ക് വർക്ക് ചെയ്യാലോ. പക്ഷെ ഇതിന് നെക്സ്റ്റ് ഓപ്ഷൻ കിട്ടും. അപ്പൊ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ഇപ്പൊ ലിൻസി ആണെങ്കിലും മഞ്ജു ആണെങ്കിലും നമ്മുടെ സ്മിത ആണെങ്കിലും നിങ്ങൾ എല്ലാവരും നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. ഇപ്പൊ പിള്ളേരുടെ ഏറ്റവും വലിയ കൺസേൺ നാട്ടിലുള്ളവർക്ക് ഇപ്പൊ അയർലൻഡിന് ഓപ്പണിംഗ് ഉണ്ടോ? മിഡിൽ ഈസ്റ്റ് മാത്രമല്ലേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? അല്ല, മിഡിൽ ഈസ്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യെസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്ത് കാര്യങ്ങൾ നോക്കണം, അല്ലാതെ ധൃതി കാണിച്ചിട്ട് കാര്യമില്ല. എന്തായാലും അതിന് പ്രിപ്പറേഷൻ എടുക്കുക. നിങ്ങൾ എത്രയും നേരത്തെ മുന്നേ പ്രിപ്പറേഷൻ എടുത്ത ആൾക്കാരാണ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണെങ്കിലും. അതേസമയം നിങ്ങൾ 2 ദിവസം മുന്നേ വന്നിട്ട് സാർ എനിക്ക് ഇന്റർവ്യൂ ഉണ്ട്, എനിക്കൊരു പ്രിപ്പറേഷൻ വേണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പറ്റുമായിരുന്നോ ഈ സമയത്തിനുള്ളിൽ? ഒട്ടുമില്ല.